നമ്മളപ്പോൾ ഇന്ന് അങ്ങനെ ഊട്ടിയിലുള്ള പൈൻ ഫോറസ്റ്റ് ആണ് കാണാൻ പോകുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഒരു 30 രൂപയാണ് നമുക്ക് അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് ഉള്ളത്. ഊട്ടി ടൗണിൽ നിന്ന് നമുക്കൊരു 15 മിനിറ്റിന്റെ ദൂരെയാണ് കേട്ടോ ഈ ഒരു പൈൻ ഫോറസ്റ്റിലേക്ക് വരുന്നുള്ളൂ. ഇവിടെ കയറുന്നത് പോലെ നമുക്ക് ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണാൻ പറ്റും കേട്ടോ. 2 കുട്ടിക്കുരങ്ങന്മാരാണ് ഈ ഇരുന്ന് തല്ലൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു കാറ്റും ആ ഒരു സൗണ്ടൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നിട്ടാണ്. നമുക്കൊരു ചൂളടിക്കുന്ന സൗണ്ടൊക്കെ എവിടെ നിൽക്കുകയോ കേൾക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൈൻ ഫോറസ്റ്റ് ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തടാകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഇരിക്കാനും അതുപോലെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ഇരിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പലതും നാച്ചുറലായിട്ട് മരം മുറിച്ചിട്ടിട്ടുള്ള രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. പ്ലേസ് ആണ്. ശരിയാ, എന്താ അറിയോ, അതാ അതെന്താ സ്ഥലം അടിപൊളിയാണല്ലോ അല്ലേ. കുരങ്ങന്മാരുണ്ടെങ്കിലും നമ്മൾ കയ്യിലൊന്നും വെക്കാതെ ഇറങ്ങിയാൽ മതി. കയ്യിലെന്തെങ്കിലും തിന്നാൻ കണ്ടു കഴിഞ്ഞാൽ അവർ വെറുതെ വിടില്ല. അതങ്ങനെ തന്നെയാണ്, അവരുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ, ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെ ഇറങ്ങണം, അവിടെ ഇറങ്ങണം, ഇങ്ങനെ ഇറങ്ങിയിട്ട് ആയിക്കോട്ടെ കയറാം അല്ലേ. അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ടല്ലേ, കെട്ടിപ്പൂട്ടിയിട്ട ടോയ്ലറ്റുകൾ. എന്ത് അടിപൊളിയാട്ടോ. ഈ സ്ഥലത്തെ ആൾക്കാർ വരാത്തത് മോശ. റിവ്യൂലാ നോക്കിയേ, ഇത് അണ്ടർ റേറ്റഡ് കണ്ട്. അയ്യേ, അപ്പോൾ വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, ഉണ്ടാവില്ലായിരിക്കും. ഇത് നോക്കി, ഒന്നാമത് അത്ര ടീമുകളവിടെ. ഇതാണപ്പോൾ നമ്മുടെ തടാകത്തിൻ്റെ വ്യൂ കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. പിള്ളേർ മരത്തിൽ കയറി കളിക്കണ്ട, കയറാൻ പറ്റിയിട്ടുള്ള അടിപൊളി മരങ്ങളുണ്ട് കേട്ടോ. ഏയ് അല്ല, അവിടെ മരത്തിൽ കയറി കളിക്കണ്ട, ഇറങ്ങാൻ വേണമെങ്കിൽ. പക്ഷെ വെള്ളത്തെ നല്ലതൊന്നല്ല. ഈ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു കുതിര സവാരിയൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ പാറപ്പുറത്തൊക്കെ കയറി നിന്നിട്ട് കുറേ നേരം റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഈ പ്രകൃതി ആസ്വദിക്കാനും പറ്റിയിട്ടുള്ള സ്ഥലമാണ്. ആ തെറ്റം വരെ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ, അവിടെ കെട്ടി വെച്ചിരിക്കുക, നോ എൻട്രി. മറ്റേത് കാട്ടിലേക്ക് കയറിപ്പോയാലും ഏതോ ഹോ പ്രഭു ആൾക്കാർ വരുന്നുണ്ട്. ഹേ പ്രഭു അവരോട് അറിയാം, അവരാകുമ്പോ നമ്മളടിക്കോ. കുറച്ചൊരു ഫോഗിൻ്റെ കുറവുള്ളതുകൊണ്ട് നമ്മളവിടെ തീ ഇടിപ്പിച്ചിട്ട് ഫോഗൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ കണ്ടില്ലല്ലോ, ഇവിടെ കിടക്കണ്ടേ. അതെ,
നല്ല കുത്തനുള്ള കയറ്റമാണ് അല്ലേ. ഇറങ്ങി പോകാനുള്ള ശരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള വഴിയില്ല. രണ്ടുമാണ്. ഒന്ന് രണ്ടാൾക്കാരായി തലകുത്തി വീണ്. നമ്മളൊന്നും വേണ്ടായിരുന്നു. അതെ, നമ്മൾ വീഴാൻ പോയി. അതെ, നമ്മൾ വീഴാൻ പോയുള്ളൂ. പക്ഷെ ഒന്ന് രണ്ടാൾക്കാർ നേരെ പോയിട്ട് ആ വെള്ളത്തിൽ ചാടുന്നിട്ട് നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ചില റിവ്യൂകളിൽ വളരെ മോശം സ്ഥലമാണ്, ഇവിടെ വിസിറ്റ് ചെയ്യണ്ട എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഇവിടെ അടിപൊളി സ്ഥലം തന്നെയാണ്. കുത്തനെയുള്ള കുറച്ച് സ്ഥലങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നടക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഊട്ടിയോട് വിട പറയാണ് കേട്ടോ. ഊട്ടിയിലെ എല്ലാ സ്ഥലങ്ങളൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇനി അടുത്ത ട്രിപ്പുകൾ വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഭാഗങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.